എല്ലാ കൂട്ടുകാർക്കും സൂപ്പർ നോട്ട്സിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് സിവിൽ എക്സൈസ് ഓഫീസർ എക്സാം വരാൻ പോവുകയാണ്. ഈ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അറിയണം. ഈ കഴിഞ്ഞ പരീക്ഷകളുടെ കട്ട് ഓഫ് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന ആ പരീക്ഷയ്ക്ക് നമ്മുടെ മുമ്പിലുള്ള സമയം എത്രയാണ്? കൃത്യമായിട്ട് പറഞ്ഞാൽ 2 മാസം എന്ന് നമുക്ക് മുമ്പിൽ കണക്കാക്കാം. ആ 2 മാസം എന്ത്, എങ്ങനെ, ഏതൊക്കെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ഇത് വ്യക്തമായിട്ട് ധാരണയുണ്ടെങ്കിൽ ഈ പരീക്ഷ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റും. അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ സമയം കളയാതെ നമുക്ക് ആരംഭിക്കാം. ആദ്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് കട്ട് ഓഫിനെ പറ്റി, കഴിഞ്ഞ വർഷങ്ങളിലെ കട്ട് ഓഫിനെ പറ്റിയുള്ള വ്യക്തമായ ധാരണ ഉണ്ടാകണം. ഈ 14 ജില്ലകൾ എടുത്തു കഴിയുമ്പോൾ തിരുവനന്തപുരം തുടങ്ങി കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയുടെ 59.67 എന്നതായിരുന്നു കട്ട് ഓഫ്. കൊല്ലം ആണെങ്കിൽ 57.67. ഇനി നമ്മുടെ പത്തനംതിട്ടയാണെങ്കിൽ 56, കോട്ടയം ആണെങ്കിൽ 53, ഇടുക്കി ആണെങ്കിൽ 52.67, ആലപ്പുഴയാണെങ്കിൽ 51.33, പിന്നെ എറണാകുളം വരുമ്പോ 59, പാലക്കാട് 58.67, തൃശ്ശൂര് 52.67, മലപ്പുറം 55.67, പിന്നെ കോഴിക്കോട് 56.67, കൽപ്പറ്റ 52.67, വയനാട് ഓക്കെ. ഇനി കണ്ണൂര് 58.33, പിന്നെ കാസർഗോഡ് 50. ഇതെല്ലാം നോക്കിക്കഴിയുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 59 അതെവിടെയാണ്? എറണാകുളം. ഏറ്റവും കുറവ് വന്നിരിക്കുന്നത് എന്താണ്? സാധാരണ കട്ട് ഓഫ് കുറവ് നോക്കി എല്ലാവരും വെക്കുന്ന ഏരിയ അല്ലെ, ഏത്? കാസർഗോഡ്. അപ്പൊ 59 മുതൽ 50 വരെയുള്ള കട്ട് ഓഫ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ആ ഒരു റേഞ്ചിനകത്താണ് ഈ 14 ജില്ലകളുടെയും കട്ട് ഓഫ് വരുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ജോലി ഉറപ്പിക്കുന്ന, അതായത് കട്ട് ഓഫ് കടക്കാൻ വേണ്ടി ഒരു ആവറേജ് 55 മാർക്ക് നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ കട്ട് ഓഫ് കടക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം. പക്ഷേ നിങ്ങൾക്ക് കട്ട് ഓഫ് കടന്നിരുന്നാൽ മതിയോ? പോരാ, ജോലി വേണം. ജോലി വേണമെങ്കിൽ ഈ 55നെ 65 മുതൽ 70+ റേഞ്ചിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കണം. അപ്പൊ ഇനി നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത് 65+ മുതൽ 70+. ഓക്കെ, അതായത് ഒരു 70+ റേഞ്ച് എന്നുള്ള മൈൻഡിൽ കാണാം, അല്ലെങ്കിൽ 65ന് മുകളിലേക്ക് ഉറപ്പായിട്ടും എന്നുള്ള രീതി മനസ്സിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേടാൻ വേണ്ടി ഇനി എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും ആദ്യം നമുക്ക് നമ്മുടെ കയ്യിൽ വ്യക്തമായിട്ടുള്ള സിലബസ് ഉണ്ട്. നമ്മളൊരു പരീക്ഷയൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ഫ്രെയിമിന്റെ അകത്ത് നിന്നുകൊണ്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഈ പരീക്ഷയുടെ സിലബസിനെ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട്, അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം നമ്മുടെ പഠനത്തെ കൃത്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് ഏതൊരു ഫോഴ്സ് ലെവൽ പരീക്ഷ എടുത്താലും ആദ്യം സ്പെഷ്യൽ ടോപ്പിക് ആണ്. പിന്നെ മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, അവര് 3 പേരും കൂടെ 30 മാർക്ക് തരും. പിന്നെ കറണ്ട് അഫയേഴ്സ് 10 മാർക്ക് തരും. എല്ലാം കൂടെ ചേർത്ത് എത്രയാണ്? 60 മാർക്ക് അവിടെ കിട്ടും. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ വരുമ്പോൾ നമ്മുടെ ഭൂമിശാസ്ത്രം, അതുപോലെ ധനതത്വശാസ്ത്രം, അതുപോലെ ഇന്ത്യൻ ഭരണഘടനയാണ് അതിനുശേഷം വരുന്നത്. അപ്പൊ ഇവിടുന്ന് 60, 68, 68, 10, 78. പിന്നെ ചരിത്രം 5. ബാക്കിയുള്ളതെല്ലാം നിങ്ങളിവിടെ കാണുന്നുണ്ട്. ഞാനിത് പറഞ്ഞത് ഹയസ്റ്റ് മാർക്ക് വരുന്ന ആ ഒരു ഏരിയനെ ഒന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് പെട്ടെന്നൊന്ന് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ സെറ്റാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇത്രയും തന്നെ കിട്ടുമ്പോൾ ഇവിടെ 10, 15, ഇവിടെ 60, 75, 75ഉം 5ഉം 80, 83 മാർക്കോളം ഇത്രയും ഭാഗം സെറ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ വരും. ഈ 83 മാർക്കിനുള്ളത് ഏറ്റവും മനോഹരമായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 70+ സ്കോർ ചെയ്യാൻ പറ്റണം. 83+ മാർക്കിനുള്ളത് നിങ്ങൾ പഠിക്കുന്നു, 70+ സ്കോർ ചെയ്യുന്നു. എപ്പോഴും ചിന്തിക്കുക, നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷ, അതിന്റെ നിലവാരം, അത് ഏത് ലെവൽ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനുവേണ്ടി ഈ പറയുന്ന മാർക്ക് സെക്യൂർ ചെയ്യാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആദ്യം പറയാൻ പോകുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ വിട്ടുകളയാൻ പാടില്ലാത്ത 4 ആളുകളാണ്. ഒന്നാമത്തേത് നമ്മുടെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്, രണ്ടാമത്തേത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്, മൂന്നാമത്തേത് മലയാളം എന്ന് പറയുന്നത്. എല്ലാവരും പറയും ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ PSCയിൽ നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരു സർക്കാർ ജോലിയിലൂടെ നിങ്ങൾ കരിയർ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഏത് പരീക്ഷ എടുത്താലും മാത്സ്, മലയാളം, ഇംഗ്ലീഷ് ഉറപ്പായിട്ടുമുണ്ട്. അപ്പൊ ഇവിടെ സിവിൽ എക്സൈസ് ഓഫീസറിന് വേണ്ടി മാത്രമല്ല, ഏതൊരു പരീക്ഷയ്ക്കും വേണ്ടി എന്നുള്ള രീതിയിൽ തന്നെ ഇവന്മാരെ സെറ്റ് ചെയ്യണം. എങ്ങനെ സെറ്റ് ചെയ്യാം? ആദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം ഈ ചോദ്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് റിവിഷൻ ചെയ്താൽ തന്നെ നിങ്ങൾക്കൊരു 60% എന്ത് ചെയ്യാൻ പറ്റും? ഈ 3 ആൾക്കാരെയും സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇംഗ്ലീഷ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഡിറ്റോ ആയിട്ട്
അതുപോലെ തന്നെ ചോദിക്കുന്ന സാഹചര്യങ്ങൾ. മലയാളമാണെങ്കിലും അങ്ങനെ തന്നെ. മാത്സിലേക്ക് വരുമ്പോൾ എന്താ, സംഖ്യകൾ, അക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെങ്കിൽ കൂടി ചോദ്യങ്ങൾ ഏകദേശം ഒരേപോലെ തന്നെ. അതുകൊണ്ടാണ് 60% എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ കറണ്ട് അഫയേഴ്സ്, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കഴിഞ്ഞ ഒരു 1.5 വർഷം നടന്നിട്ടുള്ള ആനുകാലിക വിഷയങ്ങളെ പറ്റി നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാകണം. നിങ്ങൾ ഒരു കാരണവശാലും കളയാൻ പാടില്ലാത്ത ഇപ്പൊ ചലച്ചിത്രങ്ങൾ, അതുപോലെ അവാർഡുകൾ, പിന്നെ അതുപോലെ പ്രധാനപ്പെട്ടായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഇവിടെ ഉൾപ്പെടുത്തി കൃത്യമായിട്ട് ഇപ്പൊ സ്പോർട്സ് ഉള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടത്ര മാർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, സെക്യൂർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇത് എന്ത് ചെയ്യണം, ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ എല്ലാ ദിവസവും ഒരു മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ ഇതിനു വേണ്ടി മാത്രം അങ്ങ് മാറ്റി വെച്ചിരിക്കണം. അതായത് ഈ ആളുകൾക്ക് വേണ്ടി, അതായത് മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, കറണ്ട് അഫയേഴ്സ്, ഇതിനു വേണ്ടി ഒരു 1.5 മണിക്കൂർ, ഇപ്പൊ 3 മണിക്കൂർ പഠിച്ചാൽ അതിന്റെ പകുതി സമയം നിങ്ങൾ അതിനു വേണ്ടി മാറ്റി വെക്കുന്ന രീതിയിലേക്ക് എപ്പോഴും ചിന്തിക്കുക. ഇനി നിങ്ങൾക്ക് ഓരോ പ്ലാനുകളായിട്ട് ദിവസാടിസ്ഥാനത്തിൽ നമുക്ക് ദിവസാടിസ്ഥാനത്തിൽ സംസാരിക്കാം. ആദ്യത്തെ ഘട്ടം ഞാൻ ഒരു 4 ഘട്ടമായിട്ട് ഇതിനെ മാറ്റിയിട്ടുണ്ട്. ആദ്യത്തെ ഘട്ടത്തിൽ അടിസ്ഥാന വിജ്ഞാനം നേടുന്ന ഒരു ബേസ് സെറ്റ് ആക്കുന്ന, അപ്പൊ ആ ബേസ് സെറ്റ് ആക്കുന്നതിന് വേണ്ടി പഠിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായിട്ട് ആദ്യത്തെ 7 ദിവസം നിങ്ങൾ ഭരണഘടനയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഭരണഘടന എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്, ആമുഖം, മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, പ്രധാന ഭേദഗതികൾ, ഇത്രയും ഭേദഗതികൾ, ഈ സാധനങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. കഴിഞ്ഞ സിവിൽ എക്സൈസ് ഓഫീസറുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഈ കഴിഞ്ഞ ദിവസത്തെ വരെയുള്ള സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവറുടെ എക്സാം വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ വിശകലനം ചെയ്യുമ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വന്നിരിക്കുന്നതാണ്. ഇനി 8ാമത്തെ ദിവസം മുതൽ 14ാം ദിവസം വരെ 8 to 14 ഡേയ്സ് ചരിത്രത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. 1857 വിപ്ലവം, മാച്ച് ദ ഫോളോവിംഗ് ആയിട്ടും സ്റ്റേറ്റ്മെന്റ് ആയിട്ടും ഒരു ചോദ്യം ഉറപ്പായിട്ടും വരുന്നതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനങ്ങൾ, ഈ ലാഹോർ, സൂറത്ത് പോലെയുള്ളതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി കേരളത്തിലെ നവോത്ഥാന നായകന്മാർ, ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരു, അങ്ങനെ സ്ഥിരം ചോദ്യം ചോദിക്കുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ വിശകലനം ചെയ്യുന്നുണ്ടല്ലോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അപ്പൊ അതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇനി 15 മുതൽ 20 ദിവസം വരെ എന്താണ്, ഭൂമിശാസ്ത്രം, നമ്മുടെ ജോഗ്രഫിക്ക്, ഇന്ത്യയിലെ നദികൾ, പർവ്വതങ്ങൾ, വായുസഞ്ചാരം, സൗരയുധം, ISRO ദൗത്യങ്ങൾ വരെ ഇവിടെ നിന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിക്കണം. ഓക്കെയാണ്. ഇനി മുമ്പോട്ട് പോകുമ്പോൾ അത് കഴിഞ്ഞ് 21 മുതൽ 27 ദിവസം വരെ ഇവിടെ ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ എല്ലാ ദിവസവും മാത്സ്, പിന്നെ ഇംഗ്ലീഷ്, പിന്നെ മലയാളം, ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, പഠിക്കണം. ഇത് ചെയ്യുന്നതോടൊപ്പം, അല്ലാതെ ഇത് മാത്രമല്ല. ഓക്കെ ആണല്ലോ. പിന്നെ കറണ്ട് അഫയേഴ്സ് ഒരു 30 മിനിറ്റ് എന്ത് ചെയ്യുക, വായിക്കുക. ഓക്കെയാണ്. പ്ലസ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടി ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് 100 ചോദ്യങ്ങളുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഏതാണതെന്നല്ലേ, ഈ വർഷം, ഈ 2026-ൽ നിങ്ങൾ അവസാനം നടന്ന പരീക്ഷയുടെ, നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസുമായിട്ട് താതാത്മ്യമുള്ള അവസാനം നടന്ന പരീക്ഷകളുടെ എല്ലാം ക്വസ്റ്റ്യൻ പേപ്പറുകൾ എന്ത് ചെയ്യുക, എടുത്ത് ഒന്ന് വർക്കൗട്ട് ചെയ്യുക. ഈ കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്യണം. അതല്ലാതെ ചെയ്യേണ്ട പ്ലാനാണ് പറയുന്നത്. എല്ലാ ദിവസവും ഓൾ ഡേ റിപ്പീറ്റ്, എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. എന്ത്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ കറണ്ട് അഫയേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഇനി അത് കഴിഞ്ഞ് അടുത്ത ദിവസത്തേക്ക് വരുമ്പോൾ 21 മുതൽ 27 ദിവസം വരെ കണക്ക് അങ്ങ് സെറ്റ് ആക്കാൻ. അതായത് ഉറപ്പായിട്ടും ചോദ്യം വരുന്നത് ശതമാനം, പലിശ, സമയം, ദൂരം, സംഖ്യാശ്രേണികള്, ദിശകള്, കോഡിങ്, ക്ലോക്കും കൂടെ ഇവിടെ ഉൾപ്പെടുത്തിക്കും. ക്ലോക്ക്, ഈ പറയുന്ന എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന എന്നാൽ ഉറപ്പായിട്ടും ചോദ്യം വരുന്ന ടോപ്പിക്കുകൾ അടിപൊളിയായിട്ട് ഈ ദിവസങ്ങളിൽ ഇരുന്ന് പഠിക്കണം. എല്ലാ ദിവസവും റിവിഷൻ കൊടുക്കുന്നുണ്ട്, അത് ഞാൻ സമ്മതിച്ചു. എങ്കിലും ഈ സാധനം കൃത്യമായിട്ട് പഠിക്കണം. ഇനി 28 മുതൽ 35 ദിവസം വരെ എല്ലാവരും മാറ്റിക്കളയുന്ന, അതായത് ഒരുപാട് പഠിക്കാനുണ്ട് എന്നാൽ കുറച്ചേ ചോദിക്കുള്ളൂ എന്ന് പറഞ്ഞ് മാറ്റിക്കളയുന്ന ഒരു ടോപ്പിക്കാണ് സയൻസ് എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കെമിസ്ട്രി, ഫിസിക്സ്, ഈ 2 സബ്ജക്റ്റുകൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് നമ്മുടെ കെമിസ്ട്രി, ഫിസിക്സ് എന്ന് പറയുന്നത്. ഈ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതാണോ അതങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ച് തന്നെ. ഇപ്പൊ കെമിസ്ട്രി എടുത്തു കഴിഞ്ഞാൽ മറ്റേ അലുമിനിയത്തിനെ പറ്റി, അല്ലെങ്കിൽ പീരിയോഡിക് ടേബിളിനെ പറ്റി, അല്ലെങ്കിൽ ഷെല്ലുകളെ പറ്റി, പിന്നെ ന്യൂട്രോണെ പറ്റി, പ്രോട്ടോണെ പറ്റി, ഇലക്ട്രോണെ പറ്റി ഒക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ പ്രകാശ വിജ്ഞാനം, അല്ലെങ്കിൽ ദർപ്പണങ്ങൾ, കോൺകേവ്, കോൺവെക്സ് ലെൻസ്, പിന്നെ മൂലകങ്ങൾ, എലമെന്റ്സ്, ഹരിതഗ്രഹ വാതകങ്ങൾ, പിന്നെ മനുഷ്യ ശരീരം, അതുപോലെ
പിന്നെ വൈറ്റമിൻസ്, ഈ വൈറ്റമിൻ ഒക്കെ ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് ഒരു 2 മണിക്കൂർ ഒന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ടോപ്പിക് ഒക്കെ അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ സ്ഥിരം ചോദിക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിലെ ടോപ്പിക്കുകൾ എന്തായിരിക്കുക ഒന്ന് നോക്കി റിപ്പീറ്റഡ് പ്രീവൈക്യു വെച്ചിട്ട് നോക്കണം കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ച് തന്നെ അനലൈസ് ചെയ്ത് അത് പഠിക്കണം. ഇനി 36 മുതൽ 40 ദിവസം വരെ ധനതത്വശാസ്ത്രം, ഏറ്റവും ചെറിയ, അതായത് കേരള PSCയിലെ 5 മാർക്ക് നേടിത്തരുന്ന, ഏറ്റവും കുറവ് പഠിച്ച് 5 മാർക്ക് നേടിത്തരുന്ന ടോപ്പിക്കാണ് ധനതത്വശാസ്ത്രം എന്ന് പറയുന്നത്. നീതി ആയോഗ് കൈവിട്ട് കളയരുത്, ചോദ്യം ഉറപ്പാണ്. സ്റ്റേറ്റ്മെന്റ്, വൺ വേർഡ്, ഏതെങ്കിലും ഒരു ചോദ്യം ഉറപ്പായിട്ടും എക്സ്പെക്ട് ചെയ്യാം നീതി ആയോഗ്. ഇനി പഞ്ചവത്സര പദ്ധതികളും സാമ്പത്തിക നയങ്ങൾ, നിയമങ്ങൾ എന്ന് പറയുന്ന നയങ്ങൾ, അതായത് നമുക്ക് ഈ ടോപ്പിക്കുകൾ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് ആ എക്കണോമിക്സും സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ മൂന്നാം ഘട്ടം, അപ്പൊ 2ാം ഘട്ടം വരെ നമ്മൾ എത്തി. 3ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇവിടെ മുതലാണ് നമ്മൾ എന്തിനു പ്രാതിനിധ്യം കൊടുക്കുക, സ്പെഷ്യൽ ടോപ്പിക്കിന് പ്രാതിനിധ്യം കൊടുക്കുക. അതുപോലെ ആനുകാലികങ്ങൾക്കും നമ്മൾ പ്രാതിനിധ്യം കൊടുക്കുക. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ കറണ്ട് അഫയേഴ്സ് 41 മുതൽ 50 ദിവസം വരെ കറണ്ട് അഫയേഴ്സും ആനുകാലിക സാധനങ്ങൾക്കും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പ്രയോറിറ്റി കൊടുക്കണം. അതിന്റെ കൂടെ 41 മുതൽ 45 ദിവസം വരെ എക്സൈസ് ആൻഡ് IT നിയമങ്ങൾ, IT ആക്ട് ഒരു ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന സാധനമേ ഉള്ളൂ. വിവരാവകാശം ഒരു ദിവസം കൊണ്ട് പഠിക്കാം. ഇനി എക്സൈസിനെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഇത് പഠിക്കുന്നത് കൊണ്ട് ഒരു നഷ്ടമല്ല. അബ്കാരി ആക്ട്, വിമുക്തി പദ്ധതിയൊക്കെ കൃത്യമായിട്ട് പഠിച്ചോണം. അതുപോലെ സ്പെഷ്യൽ വകുപ്പുകളും സാധനങ്ങളും ഒക്കെ IT ആക്ട് ബന്ധപ്പെട്ട ആ സാധനങ്ങൾ കൃത്യമായിട്ട് ആ 41 മുതൽ 45 ദിവസങ്ങളിൽ പഠിക്കുക. ഇനി 46 മുതൽ 50 വരെ കേരള ഭരണം, വിവിധ ക്ഷേമ പദ്ധതികൾ, അതായത് വിദ്യാകിരണം, അഭയകിരണം, താലോലം, പിന്നെ ചീഫ് സെക്രട്ടറി, ലോക്പാല്, ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കാം. അപ്പൊ നോക്കുക, നമ്മളുടെ പഠനം തുടങ്ങി 40ാം ദിവസം മുതൽ അങ്ങോട്ട് സ്പെഷ്യൽ ടോപ്പിക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചോണം. ഇവിടെ നിങ്ങൾ PYQ പഠിക്കുക എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്ന് പറയുമ്പോൾ മാക്സിമം ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. അതായത് ഇവിടെ ചെയ്യുന്ന എല്ലാവർക്കും പറ്റുന്ന ഒരു വലിയ മണ്ടത്തരം എന്ന് പറയുന്നത്, എല്ലാവരും സ്പെഷ്യൽ ടോപ്പിക് ഇരുന്നങ്ങ് പഠിക്കും. ശരിയാണ്, പഠിച്ചോളൂ. പക്ഷെ അതിനോടൊപ്പം ചോദ്യങ്ങൾ ചെയ്ത് വേണം ആ ടോപ്പിക്കുകൾ പഠിക്കാൻ. കാരണം ഇതിൽ നിന്നും എങ്ങനെയാണ് ഒരു ചോദ്യം ചോദിക്കുക, ഏതൊക്കെ ചോദ്യം എങ്ങനെയൊക്കെയാണ് ചോദിക്കുക എന്നുള്ളതിനെ പറ്റിയുള്ള ധാരണ ഉണ്ടാവണമെങ്കിൽ ചോദ്യങ്ങളിലൂടെ തന്നെ ഈ സ്പെഷ്യൽ ടോപ്പിക്ക് ചെയ്ത് പഠിക്കണം. അല്ലെങ്കിൽ ചോദ്യങ്ങൾ 1000-500 ചോദ്യങ്ങൾ നിങ്ങൾ കവർ ചെയ്തിരിക്കുമ്പോൾ തന്നെ, കൃത്യമായിട്ട് കവർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ടോപ്പിക്കിനെ പറ്റി എവിടെ നിന്നൊക്കെ ചോദ്യം വരുമോ, അതായത് 20 മാർക്കിന്റെ അകത്ത് ഒരു 15 മാർക്ക് പ്ലസ് നിങ്ങൾക്ക് അവിടെ തന്നെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു സാധനങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഘട്ടം 4ലേക്ക് വരും. ആ ഘട്ടം 4ലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു അല്ലെ. ചിലർക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ മനസ്സിലായി കാണും, ചിലർക്ക് ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ ഇത് എക്സിക്യൂഷൻ ലെവലിലേക്ക് വരുമ്പോൾ നമ്മുടെ കയ്യിൽ 1000 പ്ലാനുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതാണ് നമ്മൾ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക, അതാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. അങ്ങനെ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ നിങ്ങൾ കഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്കായിട്ടുള്ളതാണ് സൂപ്പർ നോട്ട്സിന്റെ ഓപ്പറേഷൻ കാക്കി ചാപ്റ്റർ 2 ബാച്ച്. ഈ ബാച്ചിലൂടെ വരാൻ പോകുന്ന ഫോഴ്സ് ലെവൽ എക്സാമിന് എല്ലാം കൃത്യമായ പ്ലാനും ആ പ്ലാൻ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സ്ട്രാറ്റജിയിലൂടെ നിങ്ങൾക്ക് പഠിച്ച ജോലി നേടാനായിട്ട് അവസരം ലഭിക്കുകയാണ്. ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ, പ്രിന്റബിൾ PDF നോട്ടുകൾ, മോക്ക് എക്സാമുകൾ, ലൈവ് PYQ ഡിസ്കഷൻ, പിന്നെ അതുപോലെ മെന്റർഷിപ്പ്, ഇതെല്ലാം കൂടെ കൃത്യമായിട്ട് കിട്ടും. എടാ, പഠിക്കാനുള്ളത് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. ആ പഠിക്കേണ്ടത് പോലെ പഠിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു മെന്റർ, ഒരു സപ്പോർട്ട്, ഒരു സോഴ്സ് ഓഫ് കോണ്ടാക്ട് കൂടി വേണം. അതാണ് സൂപ്പർ നോട്ട്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ആവശ്യം, സംശയങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് 8281223366 എന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്തോ. തീർച്ചയായും നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു തീരുമാനം തന്നെയായിരിക്കും അത്. ഇനി അങ്ങനെ നിങ്ങൾ വന്ന് 4ാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, പഠനമെല്ലാം കഴിഞ്ഞു. ഇനി നമ്മുടെ മുമ്പിലുള്ളത് ദാ നോക്കുക, 51 മുതൽ 60 ദിവസം വരെ, അതായത് 10 ദിവസങ്ങൾ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒരു പരീക്ഷ പോലെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. പിന്നെ മോക്ക് എക്സാമുകൾ എഴുതുക. ഇപ്പൊ ഒരുപാട് സോഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ സൂപ്പർ നോട്ട്സിലാണെങ്കിൽ ഇഷ്ടം പോലെ ടെസ്റ്റ് സീരീസുകൾ നിങ്ങൾക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റുന്നോ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യനുകൾ കളക്ട് ചെയ്തിട്ട് മോക്ക് എക്സാമുകൾ എഴുതുക. 3ാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ മെന്റൽ ഹെൽത്തിന്, പലരും പറയും ഫോണൊന്നും ഉപയോഗിക്കരുത് അങ്ങനെയൊക്കെ ഉള്ളത്, എല്ലാം ശരിയാണ്. എന്തുകൊണ്ട്? നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ
നിങ്ങളെ മെന്റൽ ഹെൽത്തിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരുപാട് പോയിന്റുകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. ഒന്ന് ചിലപ്പോൾ ഫോണാകാം. ഈ ഫോൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് തന്നെ വാട്സപ്പ്, ഇൻസ്റ്റ, അതുപോലെ ഫേസ്ബുക്ക്, യൂട്യൂബ് എല്ലാം വരും. ഇതിനെ എങ്ങനെ ഈ 60 ദിവസം കൈകാര്യം ചെയ്യണമെന്ന് അറിഞ്ഞാൽ മതി. ഇനി ചില വ്യക്തികൾ, പീപ്പിൾ, ഓക്കെ, അമ്മ അച്ഛൻ മുതൽ അങ്ങോട്ട് പോകും. എന്താണ്, പ്രഷർ കുക്കറുകളിലേക്ക് നിങ്ങളെ ആക്കുന്ന വ്യക്തികൾ. അവരിൽ നിന്നും നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഐസൊലേറ്റ് ആയി നിങ്ങളുടെ പഠനത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക. ദെൻ മൂന്നാമത്തെ, സ്ഥലങ്ങൾ. നിങ്ങൾ പഠിക്കാൻ ചൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഏറ്റവും നല്ലതായിരിക്കണം. നാലാമത്തെ, നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ മുമ്പോട്ട് ജീവിക്കാനും സ്വപ്നം കാണാനും ആ സ്വപ്നം നേടാനും സഹായിക്കുന്നതായിരിക്കണം. ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരാൻ പോകുന്ന സിവിൽ എക്സൈസ് ഓഫീസറിന്റെ എക്സാം ഉറപ്പായിട്ടും നിങ്ങൾ എഴുതി ക്ലിയർ ചെയ്ത് ജോലി ലഭിക്കുന്ന ഒരു റാങ്കിൽ നിങ്ങൾ ഉൾപ്പെട്ടിരിക്കും. അപ്പോൾ ആ ഒരു ദൃഢനിശ്ചയം നിങ്ങൾ എടുത്തു കഴിഞ്ഞെങ്കിൽ ധൈര്യമായിട്ട് സൂപ്പർ നോട്ട്സിന്റെ കൂടെ കൂടിക്കോ. ഇവിടെ ഞങ്ങൾ റെഡിയാണ് നിങ്ങൾക്ക് ആ ജോലി നേടിത്തരാൻ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.